ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ചപ്പാത്തിയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ജിമ്മിലെ ട്രെയിനർ നവനീതാണ്. ഓട്സ് കൊണ്ടൊരു ചപ്പാത്തി, അത് അവിടെ വരുന്നവർക്ക് മിക്കവർക്കും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു, ഞാനും ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടി മോൻ വന്ന സമയത്ത്, അപ്പൊ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പൊ പൊതുവില് ഓട്സ് കഴിക്കുന്നൊക്കെ പറയും. ഒരു നേരം ഓട്സ് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഓട്സ് വലിയ ഇഷ്ടമല്ല. പുട്ടുണ്ടാക്കി കഴിച്ചാലൊക്കെ ഇങ്ങനെ കഴിക്കും, അതുപോലെ നമുക്ക് വേറെ കുറുക്കി കഴിക്കാനും പല രീതിയിലൊക്കെ കഴിക്കാം. പക്ഷെ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക്. ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമില്ല. ഓട്സ്, അതുപോലെ ആട്ടമാവ്, സ്വല്പം സോൾട്ട്, വാം വാട്ടർ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ഓട്സ് പൊടിച്ചെടുക്കണം മിക്സിയുടെ കപ്പിലിട്ടിട്ട്. ഇപ്പോൾ ഓട്സ് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് 1 കപ്പ് ആട്ട ചേർക്കാം. അര ടീസ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വാം വാട്ടർ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ച് എടുക്കുന്ന അതേപോലെ തന്നെ കുഴച്ചെടുക്കും. വെള്ളത്തിന്റെ അളവ് ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസപ്പെടാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടോ. അപ്പൊ ഏകദേശം 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി ഇത് ചപ്പാത്തി മാവ് ഒരു 3-4 മിനിറ്റ് നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വെക്കാം കേട്ടോ. അപ്പൊ 2-3 മിനിറ്റ് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് നമുക്ക് മൂടിയിടാം ഒരു 10 മിനിറ്റ്. ഇപ്പൊ തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ എന്നാലും ഒരു 10 മിനിറ്റ് മൂടിയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഈക്വൽ ആയിട്ടുള്ള ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പൊ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി ചൂടാനുള്ള ആ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പൊ ഓട്സ് ചപ്പാത്തി ആയതുകൊണ്ട് ഞാനൊരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. എണ്ണയൊക്കെ തേക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യാണ്ട് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്.